ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി ഫൺ സിറ്റി പാർക്ക്. വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കാത്തിരിപ്പിന് വിരാമം. നിലമ്പൂർ ബൈപ്പാസ് ഒന്നാം ഘട്ടത്തിന് 35 കോടിയുടെ സാങ്കേതികാനുമതി. 9 വർഷത്തെ നിശ്ചലാവസ്ഥയ്ക്ക് ശേഷം ബൈപ്പാസിന് പുതുജീവൻ ലഭിച്ചുവെന്ന് ആര്യടൻ ഷൌക്കത്ത് എംഎൽഎ. ബൈപ്പാസിന്റെ തുടക്കമായി സിഎൻജി റോഡിലെ ഒസികെ പടി മുതൽ ചക്കാലക്കുത്ത് അർബൻ ഹെൽത്ത് സെന്ററിന് സമീപം വരെയുള്ള 2.460 കിലോമീറ്റർ ദൂരത്തിന്റെ പ്രവൃത്തിക്കാണ് സാങ്കേതികാനുമതി ലഭിച്ചതെന്നും എംഎൽഎ പറഞ്ഞു. റോഡിന്റെ ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാനാകും. ഇതോടൊപ്പം ഒസികെ പടിയിലെ ബൈപ്പാസ് ജംഗ്ഷൻ ഉൾപ്പെടെ നിലമ്പൂർ കോടതിപ്പടി മുതൽ ഐസിഐസി ബാങ്ക് വരെ 600 മീറ്റർ വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്ന പ്രവൃത്തികൾക്കും അനുമതിയായിട്ടുണ്ട്. സാങ്കേതികാനുമതിയായതോടെ ടെൻഡർ നടപടിയിലേക്ക് കടന്ന് ഉടൻ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും എംഎൽഎ പറഞ്ഞു. നിലമ്പൂർ ടൌണിൽ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം 161 മീറ്റർ നീളത്തിൽ 3 മീറ്റർ വീതിയിൽ വിട്ടുകിട്ടുന്നതിന് കളക്ടറുടെ അനുമതിയായി. വനംവകുപ്പ് വിട്ടുനൽകുന്ന സ്ഥലത്തിന് പകരം ചുങ്കത്രയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം വിട്ടുനൽകും. ഫോറസ്റ്റ് ഓഫീസിന്റെ സ്ഥലം വിട്ടുകിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ റോഡ് നവീകരണം ഉടൻ ആരംഭിക്കാനാകും. 3.5 പതിറ്റാണ്ടായി നിലമ്പൂർ കാത്തിരിക്കുന്നതാണ് ബൈപ്പാസ് റോഡ്. കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡിൽ ഒസികെ പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് റോഡ് വരുന്നത്. മുൻ യുഡിഎഫ് സർക്കാരിൽ ആര്യടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കെ 36 കോടി അനുവദിച്ച് 2016 ഫെബ്രുവരിയിൽ ബൈപ്പാസിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നു. ഭൂമി വിട്ടു നൽകിയവർക്ക് 15.2 കോടി നഷ്ടപരിഹാരവും നൽകിയിരുന്നു. എംഎൽഎ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നടത്തിയ ശ്രമഫലമായാണ് നടപടി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.